ഇത് എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങൾ വീട്ടിൽ ഇത് വളർത്താൻ വേണ്ടി തുടങ്ങിയതാണ്. അതിൽ നമ്മൾ ഈ കാണുന്ന പ്രാവുകളെന്ന് പറയുന്നത് നമ്മളെ പഴയ ലൈനേജാണ്. പഴയ ലൈനേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ലൈനേജ് പ്രാക്കളാണ് നമ്മൾ ഈ പ്രാവുകളെന്ന് പറയുന്നത്. ഈ പ്രാവുകളെന്ന് പറയുന്നത് നമുക്ക് ബ്രീഡിങ്ങിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. കാര്യം ഇതിന് 13.5 മണിക്കൂർ ഇതിന് രാത്രി പറക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത് എടുത്ത് കൊണ്ടിട്ടാണ് ഇത്രയും വലിയ പറവയിലോട്ട് നമ്മളിപ്പം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രാവുകൾ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ പ്രാവുകളിൽ നിന്നാണ് നമ്മൾ ഈ പ്രാവുകൾ ഇത്ര ഇങ്ങനെ ഉണ്ടാക്കി ബ്രീഡ് ചെയ്ത് ഇത്രയും കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ 40 വർഷമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതിലാണ് നമ്മൾ ഈ പ്രാവുകളെല്ലാം ഈ കാണുന്നത്. മൊത്തം ഈ പ്രാവുകളിൽ പ്രാവുകളിൽ 3 ലൈനേജേ ഉള്ളൂ. വെള്ള, കറുപ്പ്, ചുവപ്പ്. ഈ 3 കളർ പ്രാവിൽ നിന്നാണ് നമ്മൾ ഈ ലോകത്തുള്ള ഇത്രയും പ്രാവുകളെ ഈ കളേഴ്സിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിത് പറത്തിക്കൊണ്ടുവന്നതിൽ ഞാൻ ഇത്രയും സ്ഥിരമായിട്ട് പറത്തുന്നതിൽ എനിക്കൊരു 20 വർഷം കൊണ്ട് ആവറേജ് ഒരു 15 മണിക്കൂറിന് മേളിൽ ഞാൻ ഇങ്ങനെ പ്രാവ് പറത്തും. 15, 16, 17 ഇങ്ങനെ പ്രാവ് പറത്തിക്കൊണ്ടിരുന്നുണ്ട്. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വളർത്തുന്നതാണ്. ഇല്ലാതെ പ്രാവുകൾ ഇതിൽ കൂടുതൽ പറക്കുന്നുണ്ട്. 10, 20, 24 മണിക്കൂർ പറക്കുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഒരു വീടുകളിൽ 1 വർഷം, പിന്നെ കാണില്ല. പിന്നെ ആ പ്രാവ് എവിടെ ഇല്ലെങ്കിൽ അവരെവിടെ എന്നൊന്നും ഒരു അറിവും കാണില്ല. നമ്മളതല്ല. ഇപ്പോൾ ഈ പാരമ്പര്യമായിട്ട് വളർത്തുന്ന ഇപ്പം കോയമ്പത്തൂരാണെങ്കിൽ പ്രഭു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആളുണ്ട്, പയ്യൻ. അവരച്ഛൻ കാലഘട്ടമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ തമിഴ്നാട്ടിൽ വന്നിട്ട് ലോറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ സുരേഷ് സ്ഥിരമായിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ സാഗർ, നടേശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പാരമ്പര്യമായിട്ട് പ്രാവ് വളർത്തുന്നവരാണ്. അച്ഛൻ്റെ കാലം തൊട്ട് ഇപ്പോഴിത് ഈ 82 നമ്മളെ സംഘടന NBF നാഷണൽ പീജൻ ഫ്ലൈയിങ് അസോസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അന്ന് മുതൽ ഇവരെല്ലാവരും നമ്മൾ ഈ അസോസിയേഷനിൽ പങ്കെടുക്കുകയും അവർ സ്ഥിരമായിട്ട് പ്രാവ് വളർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറത്തുന്നവരുടെ അടുത്തല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഈ പഴയ വളർത്തുകാരെന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ എണ്ണപ്പെട്ട ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മളുണ്ടാക്കിയിട്ടിരിക്കുന്ന ബ്രീഡുകളാണ് ഈ പ്രാവുകൾ ഇത്രയും. അതിൽ എൻ്റെ ഒരു സ്ഥിരമായിട്ട് എനിക്കൊരു 15 മണിക്കൂർ 5 വർഷം സ്ഥിരമായിട്ട് പറന്നൊരു പ്രാവാണ്. ഇപ്പോൾ വയസ്സായി അവനാണ് ഈ പ്രാവ്. ഇതിപ്പോൾ കണ്ണൊന്നും കണ്ടുവിടാം. ഇത് നമ്മളെ പന്തയക്കാർക്കുള്ള എല്ലാവർക്കും ഈ പ്രാവിനെ കുറിച്ച് അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളിക്കണ്ണാണെന്നാണ് ഇതിനെ പറയുന്നത്. കണ്ണിൻ്റെ വെള്ളിക്കണ്ണാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വയസ്സായി, 10-15 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ ഇവൻ്റെ മക്കളൊക്കെ എൻ്റെ ഉണ്ട്. ഇവനാണ് എനിക്ക് ഒരു പ്രാവും ഇല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് സീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ 15-40 പറന്നിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഇറങ്ങി പല പ്രൈസും എനിക്കൊരു പേരുണ്ടാക്കി തന്നത് തന്നെ ഈ പ്രാവാണ്. എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളതും ഫേവറേറ്റായിട്ടുള്ള പ്രാവുകളെ ഞാൻ കാണിച്ചാൽ എൻ്റെ ജോഡി ഇതായിട്ടുള്ള ഈ പ്രാവെന്ന് പറയുന്നത് ഇത് പറത്തിയാൽ ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ പറവകൾ പറക്കും. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ടുള്ളൊരു പ്രാവാണ്. പക്ഷേ എനിക്ക് ഇവനെ ഞാൻ ഒരിക്കലും പറത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അത്രയും അറ്റാച്ച്മെൻറ്റ് അത്രയും സ്നേഹമുള്ളൊരു പ്രാവാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ പറത്താൻ വേണ്ടി ബൈരിക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. അതുകൊണ്ട് അവൻ 4 വയസ്സായി ഇപ്പോഴും എൻ്റെ കൂട്ടിൽ എൻ്റെ മക്കളെ പോലെ. ഞാൻ ഒരു ദിവസമെങ്കിലും ഇതിനെ കാണാതിരിക്കില്ല. അത് ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് വന്നാലും അവൻ എന്നെ കണ്ടാൽ ഓടി എൻ്റെ ദേഹത്ത് കയറി വരും. അത്രയും ഇണക്കമുള്ളൊരു സാധനമാണ് എൻ്റെ ഈ പ്രാവെന്ന് പറയുന്നത്. ഈ 2 പ്രാവുകളാണ് എനിക്ക് 17 മണിക്കൂറും 38 മിനിറ്റും പറന്ന് നാഷണലിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡ് തകർത്തിട്ട് എനിക്ക് ഇത് ചെയ്ത് തന്നത്. അതായത് പറവയിൽ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ പറക്കാൻ വേണ്ടി കിട്ടി. ഇതിൽ കൂടുതൽ പ്രാവ് പറന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ 17 മണിക്കൂർ പറന്ന ഈ പ്രാവുകളാണ്. ഇതാണ് എൻ്റെ മെയിൻ ജോഡി എന്ന് പറയുന്നത്. ലൈനേജുകൾ ഇതിൻ്റെ അച്ഛനും അമ്മയും ഇതിൻ്റെ പാരമ്പര്യപ്പെട്ട ലൈനുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വളരെ പഴക്കമുള്ള പ്രാവുകളാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൺപ്രാവ്. അപ്പോൾ ആൺപ്രാവിനെ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിക്കുക. അപ്പോൾ ആൺപ്രാവിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് എൻ്റെ കുറവുള്ള എന്തൊക്കെ കാര്യങ്ങളുള്ള പെൺപ്രാവ്. അത് ചിലപ്പോൾ ഒരു ആൺപ്രാവ് സെറ്റായി വന്നിട്ട് 7 വർഷത്തോളം എടുക്കും ഒരു പെൺപ്രാവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ജോഡിയിൽ നിന്ന് തന്നെ അത് ഇൻബ്രീഡ് ലൈൻ ബ്രീഡ് ഇങ്ങനെ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്നതിലുള്ള ഏറ്റവും പ്യുവറായിട്ട് ക്വാളിറ്റിയുള്ള പ്രാവ്. അത് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രാവെന്ന് പറയുന്നത് അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷണമുള്ള പ്രാവുകൾ തമ്മിൽ ജോഡി ചേർക്കുന്നതിന് മുന്നേ അതിൻ്റെ വിരയ്ക്കുള്ള മരുന്നെല്ലാം കൊടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല ആഹാരങ്ങളും ഫുഡെല്ലാം കൊടുത്ത് നല്ല എഗ്ഗാണ് നമുക്ക് വേണ്ടിയത്. ആ നല്ല എഗ്ഗ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കുഞ്ഞിനെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ അങ്ങനെ എഗ്ഗ് എടുത്ത് നമ്മൾ ആ പ്രാവിനെ തന്നെ ഒരിക്കലും വെക്കില്ല. നമ്മൾ സാധാ പ്രാവുകൾക്ക് വെച്ച് അതിൻ്റെ കുഞ്ഞിനെ അതിനെ കൊണ്ട് നോക്കിയിട്ട് അതിന് മരുന്ന് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ആ കുട്ടികളെ എടുക്കാൻ വേണ്ടി വിരിഞ്ഞ് ഒരു 15 ദിവസം വരെ അച്ഛനും അമ്മയും കൊടുക്കും. 7 ദിവസം ഇതിന്
ക്രോ മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാവ് തന്നെ പാല് ഊറി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് തീറ്റി കൊടുത്തു തുടങ്ങും അച്ഛനും അമ്മയും. നമ്മൾ 15 ദിവസത്തേക്ക് ഒന്നും ചെയ്യരുത്. 15 ദിവസം കഴിഞ്ഞ് നമ്മളെടുത്തിട്ട് നമ്മൾ തന്നെ തള്ളനെ കൊടുക്കുന്ന പോലെ കടലയൊക്കെ അടച്ചു കൊടുത്തിട്ട് വാവിച്ച് നമ്മൾ ഊതി കൊടുത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നല്ല ഇതായിട്ട് വളർന്നു വരും. ഒരു കുഞ്ഞ് വിരിഞ്ഞാൽ 45-50 ദിവസം 50 ദിവസം മിനിമം വേണം അത് പറക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഈ 50 ദിവസം കൊണ്ട് നമ്മൾ ഈ പ്രാവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അടയാളങ്ങളുണ്ട് പ്രാവിൽ. അപ്പോൾ അടയാളമുള്ള പ്രാവുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവരും. ഇതാണ് എഗ്ഗ്. ഇതിപ്പോൾ നമ്മൾ ഒരു ജോഡി ഇട്ടിട്ട് ഇതിന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല മുട്ട. പക്ഷേ ഈ മുട്ടയ്ക്ക് നല്ല വലിപ്പമുള്ള മുട്ട കിട്ടിയാൽ മാത്രമേ നല്ല വലിപ്പമുള്ള കുട്ടികളെ കിട്ടുള്ളൂ. നമ്മൾ അതിനെ എടുത്തിട്ട് നമ്മൾ അടവെച്ച് നമ്മൾ സാധാ ബെടങ്ക് പ്രാവ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രാവുകൾക്ക് വെച്ച് അതിൻ്റെ കുഞ്ഞെടുത്തതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ നമ്മൾ കറക്റ്റ് 45 ദിവസം കൊണ്ട് പറക്കാറാവുന്ന ലെവലിൽ വിരയ്ക്ക് മരുന്ന് കൊടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മീൻകുളി കൊടുത്ത് കടല കൊടുത്ത് കപ്പലി കൊടുത്ത് ബദാം കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഞാൻ കാണിച്ചു തരാം. ഇത് പന്തായപ്രാവിന് വേണ്ടി ഈ വർഷം പറത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന കുഞ്ഞാണ്. അതേണക്കത്തെ കുട്ടികളെ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ എടുത്താലേ നമുക്ക് പറവയ്ക്ക് പറത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. പറക്കുന്ന പ്രാവിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മെയിനായിട്ട് കൂരവ്, കമ്പൻ, കടല. ഈ ഇതിൽ 13 മണിക്കൂർ വരെയും പ്രാവ് പറക്കണം. രാവിലെ 6 മണിക്ക് തൊട്ട് വിടുന്ന പ്രാവ് പന്തായപ്രാവിന് തീറ്റയാണ് പറയണം. ട്രെയിനിങ് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കൊടുക്കുന്ന സാധനത്തിൽ തന്നെ 13 മണിക്കൂർ. അപ്പോൾ രാത്രി 8 മണിക്ക് മാത്രം ഒരു നേരം മാത്രം തീറ്റ കൊടുക്കാവൂ. രാവിലെ 10 ml വെള്ളം കൊടുക്കുക. വിടുന്ന സമയത്ത് ഒന്നും ചെയ്യരുത്. അങ്ങനെ പ്രാവിനെ 4 മണി തൊട്ട് താഴോട്ട് കൊണ്ടുവന്ന് 12 മണി പറവ് വരെ റെസ്റ്റ് ഇല്ല, കണ്ടിന്യൂസ് പറത്തണം. അങ്ങനെ പറത്തി വരുന്ന പ്രാവുകൾ നമ്മൾ 12 മണി പറവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ പ്രാവിനെ പിടിച്ചിട്ടിട്ട് നമ്മൾ ഈ കടല 15-20 കൊടുക്കുന്നതെന്നൊന്ന് കുറച്ചിട്ട് ഒരു ബദാം സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ബദാം എന്ന് പറയുന്നത് 4 ബദാമിൽ വരെ പോയി നിൽക്കും. അപ്പോഴത്തേക്കും 13 മണിക്കൂറിന് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ അൺലിമിറ്റഡ് പറക്കുന്ന പ്രാവിന് എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ കുറച്ചാൽ അത്രത്തോളം ബദാമിൻ്റെ അളവും ഇത് കൂട്ടും. അപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും തീറ്റ കൊടുക്കും. അപ്പം ബദാം കൊടുക്കുന്നവരുണ്ട്, കപ്പലണ്ടി കൊടുക്കുന്നവരുണ്ട്, അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയുണ്ട്. എനിക്കൊരു തിയറിയുണ്ട്. ആ ഒരു തിയറിയിൽ ഞാൻ ആര് ചോദിച്ചാലും അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ പറക്കുന്നുണ്ട്, പറത്തി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു 40 പ്രാവുകളും പ്രാപ്പിടിയെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ നിന്ന്. ഒരു വർഷത്തിൽ ഒരു സീസണിൽ. അതാണ് നമ്മളിവിടുത്തെ ഏറ്റവും വലിയ സീസൺ. കാര്യം എൻ്റെ ഇവിടെ ചുറ്റും ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിനകത്ത് ഇരിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഈ പ്രാപ്പിടിയെ നമ്മൾ 8 മണി പറവ വരെ വിട്ട പ്രാവിനായിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകണം. 10 ദിവസം കഴിഞ്ഞ് പന്തായമായിരിക്കും. നമുക്ക് പറത്താൻ പ്രാവില്ലാതെ വരും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. എന്നാലും ഇപ്പോഴും രാത്രിയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. 7 മണിക്ക് ശേഷം പറത്തും. എന്നാലും രാത്രി 10 മണിക്കും വന്ന് എടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഈ വെള്ള ലൈറ്റ് കാണുമ്പോൾ ആ ലൈറ്റിൽ പ്രാവ് വരെ ബോഡി ഒന്ന് പിടിച്ചോളെ. അപ്പോൾ അതും വളരെ ബുദ്ധിമുട്ട്. എന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ വർഷവും നല്ലൊരു പറവ പറത്താൻ ശ്രമിക്കും. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഇപ്പോഴും പറത്തുന്നുണ്ട്. ഈ പ്രാവിനെ ഒന്ന് വൈരി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തതും. വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ ഞാനൊരു സ്ഥലത്തും പോകാറില്ല. പ്രാവേ ശരണം 2 മാസം ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കും. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പറവയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പട്ടം എന്ന് പറയുന്നത്. പറവയ്ക്കാണ് മെയിൻ എല്ലാവരും പ്രാതിനിധ്യം കൊടുക്കുന്നത്. പറന്നാൽ മാത്രമേ അവന് പേരുള്ളൂ. പറന്നില്ലെങ്കിൽ ഒരു പേരുമില്ല. ഈ നാഷണലിൽ പറത്തുക ഇല്ല, വേറെ ഏത് ടൂർണമെൻറ്റ് പറത്തിയാലും അത് ഇന്ന ടൂർണമെൻറ്റിലാണ് പറത്തിയത്, അത് തള്ളിപ്പോവും. പക്ഷേ നാഷണലിൽ നമ്മളൊരു പറവ് പറത്തി കഴിഞ്ഞാൽ അവൻ്റെ പേര് ഇന്ത്യ മുഴുക്കെ അറിയപ്പെടും. അത് കാലകാലം നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്ത്യയിൽ മുഴുക്കെ ഭയങ്കര പന്തയമാണ്. കർണാടകത്തിലായാലും കോഴിക്കോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പന്തയങ്ങളാണ് ഇതിനെക്കുറിച്ച് നടക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് 13 മണിക്കൂർ പറക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറന്ന് കാണിക്കുന്നത് തിരുവനന്തപുരത്താണ്, നാഷണൽ പീജിയൻ ഫ്ലൈയിങ് അസോസിയേഷനിൽ. അതാണ് നമ്മളെ മാതൃസംഘടന എന്ന് പറയുന്നത്. അതിൽ 5 റൂൾസിൽ തുടങ്ങി ഇന്ന് ഏകദേശം ഒരു 10, 26, 30 റൂൾസിലോളം വന്ന് നിൽക്കുന്ന ഈ റൂൾസ് തന്നെയാണ് ഈ ലോക്കൽ ടൂർണമെൻറ്റുകളെല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ നമ്മൾ എന്തിൽ പറത്തിയാലും നമ്മൾ നാഷണലിൽ പറത്തുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിലയെന്ന് പറയുന്നത്. മത്സരത്തിന് വിടുമ്പോഴത്തേക്ക് രാവിലെ ജഡ്ജി വരും. ആ ജഡ്ജിനെ ബോധ്യപ്പെടുത്തി അതിൻ്റെ വാലിൽ സീൽ ചെയ്യും. ആ സീല് പ്രകാരം ജഡ്ജിന് 2 പ്രാവുകളെ കാണിച്ച് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ രാവിലെ 6 മണിക്ക് വിടും. 6 മണിക്ക് വിട്ട് 6 മണി തൊട്ട് 7 മണി വരെയും 20 മിനിറ്റിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ, അരമണിക്കൂർ, 3 മണിക്കൂർ മേഘത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്ത് രാത്രി ആകുമ്പോഴത്തേക്കും 7 മണി തൊട്ട് പിന്നെ 20 മിനിറ്റ് വരും റൂളിൽ.
ആ 20 മിനിറ്റിലൊരിക്കൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര മണിക്കൂർ പറക്കുന്നോ അതിൽ ഏറ്റവും കൂടുതൽ ആരാണ് പറത്തുന്നത് അവർക്ക് പ്രൈസ്. അതിൽ ഏറ്റവും കൂടുതൽ മിനിമം 13 മണിക്കൂറിന് മേളിൽ പറത്തി കഴിഞ്ഞാൽ അവർക്ക് നാഷണലിലാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ 17, 20, 18 മണിക്കൂറുകൾ പറത്തുന്നവർക്ക് അതിനനുസരിച്ചുള്ള പ്രൈസ് പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡുമായിട്ട് മാറിപ്പോകും. അപ്പോൾ ആ നാഷണൽ ബേസിലുള്ള ടൂർണമെൻറ്റിൽ നമ്മൾ പറത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു റെക്കോർഡ് പറവ കിട്ടുമെന്ന് എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. അത് എന്തെങ്കിലും ഒറിജിനലുള്ള ഈ ലൈനിൽ തന്നെ പറത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വെളിയിലുള്ള പ്രാവുകൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും തയ്യാറല്ല. 24 ആരെങ്കിലും പറന്നിട്ട് 30 മണിക്കൂർ പറന്നിട്ട് എനിക്ക് വിഷയമല്ല. പക്ഷേ എൻ്റെ പ്രാവ് 30 മണിക്കൂറിന് വേണ്ടി പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും എനിക്കൊരു ഈ പ്രാക്കൾ പറന്നു തരുമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പ്രൈസ് കിട്ടിയ അന്നും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ ഈ പ്രാവുകൾ ഞാൻ ആർക്കും ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കാനോ ഇതില്ല. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത വരുന്ന എൻ്റെ മോനുണ്ട്, അവൻ നോക്കും ഇതിന്. അപ്പോൾ അതാണ് ഞങ്ങളെ ഒരു അത്രയും സ്നേഹിച്ചാണ് നമ്മൾ ഈ പ്രാവ് വളർത്തുന്നത്. മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തുന്ന ഒരു സാധനമാണ് ഞാൻ പ്രാവുകൾ.